ഹലോ ഗൈസ്, അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. ഇന്ന് മോൾക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, അവൾക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. പിന്നെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറിൻ്റെ ക്ലാസ്സേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ മോളെ എണീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവളപ്പാൻ്റെ കൂടെ പറഞ്ഞേച്ച് 8:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്, 10:30 വരെ ഉള്ളൂ. അപ്പോൾ ലൈറ്റായിട്ട് ഞാൻ മുട്ടിൻ പഴമുണ്ട് രാവിലെ കൊടുത്തത്, അങ്ങനെ ഓളത് കഴിച്ചു പോയി. അങ്ങനെ പിന്നെ ചട്ടിപ്പത്തിരി കൊടുന്നിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അവരെ മോള് പ്രസവ ആവാനായി 7 മാസം 8 മാസം അങ്ങനെ ആയി. അപ്പോൾ അവൾ അവിടുന്ന് കൊടുന്നതാണ് കേട്ടോ പലഹാരങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് എളാപ്പം ഇങ്ങോട്ട് കൊടുന്നതായിരുന്നു. അപ്പോൾ അത് ഇപ്പൊക്കെ ചൂടാക്കി രാവിലെ ചായ കൂടെ കൊടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ദോശ ചൂടുണ്ട്, നീർദോശ ഉണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ കറി പട്ടാണി കറിയാണ് കേട്ടോ. അങ്ങനെ മോനക്ക് ചൂടോടുകൂടി ദോശ കഴിക്കാനും വേണ്ടിയിട്ട് ഓനവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൻ ഒറ്റക്ക് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എടുത്ത് കഴിക്കൽ തുടങ്ങിയിരിക്കണം ഇപ്പോൾ. മാഷാ അല്ലാഹ്, ചെറുതായിട്ട്. മോള് ഈ സമയത്തൊന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല, അവൾക്ക് ഞാൻ വാരി കൊടുക്കൽ തന്നെയായിരുന്നു. ഇപ്പോൾ സ്റ്റിൽ ഇപ്പോഴും വാരി കൊടുക്കുക തന്നെയാണ് മോൾക്ക്. വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് അവൾ പിന്നെ ഒറ്റക്ക് കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും വേണമല്ലോ കുട്ടികളെ കൂടെ, നമ്മളെ കാണുമ്പോഴാണല്ലോ കുറച്ച് കൊഞ്ചൽ കൂടെ. സ്കൂളിൽ പോയാൽ എന്തായാലും കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മിസ്മാർ കംപ്ലയിൻറ്റ് ചെയ്യുമല്ലോ. ഏതായാലും അതൊന്നുമില്ല. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ ചായയുടെയൊക്കെ തുടങ്ങിയിട്ടാണ്. മോൻ്റെ ഭക്ഷണം കഴിക്കലും അവൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഞാനും ചായ കുടിക്കാമായിരുന്നു കേട്ടോ. എനിക്ക് ഈ പട്ടാണിക്കറി ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ദോശ വെള്ളപ്പം അതിൽക്കാണ് ഇത് കൂടുതൽ മാച്ചാവുക. അധികവും ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ തന്നെ വൈകുന്നേരം അല്ല തലേന്നത്തെ ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ വല്ലാതെ മറ്റേ കറികളൊന്നും വല്ലാതെ കുറച്ചായി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ പട്ടാണി ഇന്നലെ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞ് കുറേ വിസിൽ വരണമെന്ന്. ഒന്നാമത് വിസിലിൻ്റെ വെച്ചിട്ടിട്ടെ ഞാൻ രാവിലെ നീറ്റതും, അത് വേറെ കാര്യം. അതുകൊണ്ട് മോള് ഇന്ന് ഡ്രോയിങ് ക്ലാസ്സിന് പോയി, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്താവുമോ ആവോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇതാ പാത്രം കഴുകിയൊക്കെ ഉണ്ടായിരുന്നു, പാത്രം കഴുകിയൊക്കെ കഴിഞ്ഞു. മോള് 10:30 ഞങ്ങൾ ചായയുടെയും ഇതൊക്കെ കഴിഞ്ഞെത്തിന് ഓള് ക്ലാസ് കഴിഞ്ഞെത്തിയിട്ടാണ്. കുറച്ച് നേരമേ ഉള്ളൂ. മോൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി കുട്ടികളൊക്കെ ഒന്നുകൂടി മിങ്കിൾ ചെയ്തോട്ട് വെച്ചിട്ട് ചേർത്തിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഒന്ന് വരച്ചാർട്ട്. ഇന്ന് പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ ഇതാ സാറ് ടിക്കറ്റ് കൊടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓള് സ്വന്തമായിട്ട് വരക്കണം കേട്ടോ. മറ്റേ സാറിൻ്റെ സപ്പോർട്ടും കൂടിയിട്ടാണ് വരച്ചതെന്നാണ് പറഞ്ഞത്, ഷെയ്ഡ് ചെയ്യലൊക്കെ. അങ്ങനെ അതാ പിന്നെ വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് വീട്ടിൽ പഴഞ്ചക്ക ഉണ്ടാവുന്നത്. അപ്പോൾ അത് വലിയ മധുരമില്ലേക്ക് തോന്നുന്നു, മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് മധുരം കുറച്ച് കുറഞ്ഞിരിക്കണം. ഉമ്മ പറഞ്ഞിരുന്നു കുറച്ച് മുന്നേ തന്നെ എടുക്കണമായിരുന്നു എന്ന്. ഇന്നലെ തൊട്ട് നല്ല മഴയാണല്ലോ. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഉമ്മ വെട്ടിയത്. എന്നാലും കുഴപ്പമില്ല, നേരിയ മധുരമാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് സാധനം. അപ്പുറത്തെ വീട്ടിലും കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഒക്കെ കൂടി ഇവിടെ ആരും തിന്നില്ല. ഞാനിപ്പോൾ ഇമ്മയും തന്നെ അധികം തിന്നോളൂ, അനിയനും തിന്നൂല. പിന്നെ മടി പിടിച്ച ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു റെസ്റ്റ് ഞങ്ങൾക്കും വേണ്ടേ. അപ്പോൾ ഞങ്ങൾ കലീസ് നട്ടാ ബിരിയാണി ഓർഡർ ചെയ്തത്. നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു റെസ്റ്റൊക്കെ വേണ്ടേ. അപ്പോൾ എന്നും അടുക്കള പൂട്ടിയിരുന്നില്ലല്ലോ, എന്നൊരു ദിവസത്തേക്ക് പൂട്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.